ഇല്ല. പൊളി സ്ഥലം. സാൻഡൊക്കെ കണ്ടില്ലേ, വെള്ളയായിട്ടാണ് നിൽക്കുന്നത്. മണ്ണ് ഒരു തൂവെള്ളല്ല, എന്നാലും വെള്ള സാൻഡ്. കുളിക്കാനും ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ്, കുളിക്കാനുള്ള പട്ടം പറത്തുന്ന എല്ലാരും. കൊള്ളാം അല്ലേ, ഇഷ്ടപ്പെട്ടു ബീച്ച്. ഈ ഒരു ഫസ്റ്റ് വാട്ടർ ആക്ടിവിറ്റി മൽപ്പേ ബീച്ചിലാണ് ഇപ്പം ഞങ്ങൾ. വാട്ടർ ബ്രിഡ്ജ്. ഇവിടെ നോക്ക്, ഇങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ നടന്ന് ഇവിടം വരെ എത്താം. ഇതിന് പോകാനായിട്ട് 150 രൂപ കൊടുക്കണം. ഇതിൻ്റെ സൈഡിൽ കൂടെ നടന്നാലും മതി അല്ലേ? അവിടെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ അല വരുമ്പോഴത്തേനും അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. കൊള്ളാം അല്ലേ? അവിടുത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വേവ്സിൻ്റെ ഫീൽ ഉണ്ടാവും. വീണ് കഴിഞ്ഞാൽ വേവ്സ് കൂടിയിട്ട് വെള്ളത്തിൽ കിടക്കാം. അല്ല, ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വീണാലും ഉണ്ടായിരുന്നു, പക്ഷെ അത് 4 പേര് മരിച്ചതുകൊണ്ട് അത് ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്തു. ഇത് ഇത്രയും ദൂരം നടക്കണം. ലൈഫ് ജാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പൊങ്ങിക്കിടക്കാം വീണാലും. പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക, പാരഷൂട്ട് ഉണ്ട്, ബോട്ടിംഗ് കൊണ്ടുപോകണം. ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ വാട്ടർ റോളറുണ്ട്, പിന്നെ കൈറ്റ്, പട്ടം പറത്താനായിട്ടുള്ള സൗകര്യമുണ്ട്. ഷാജന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ പോണ് ഗൈസ്. ದಂಡ ಅಥವಾ ಕಠಿಣ ಕ್ರಮ ಕೈಗೊಳ್ಳಲಾಗುವುದು. ನೀವು ತಂದಿರುವ ಬೆಳೆ ಬಾಳುವ ವಸ್ತುಗಳಿಗೆ ನೀವೇ ಜವಾಬ್ದಾರಿ. ಜೀವರಕ್ಷಕ ದಳದವರು ಜವಾಬ್ದಾರರಲ್ಲ. ಎಲ್ಲರಿಗೂ ಶುಭವಾಗಲಿ. ಲೈಫ್ ಗಾರ್ಡ್ ಮಲ್ಪೆ ಬೀಚ್. പൊക്കോ ബൈ. പൊക്കോ ദുബായിക്കോ. നോക്കി ഇങ്ങോട്ട് നോക്കണോ ചിങ്ങി, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, പുറകെ തന്നെ പോവാം. ആദ്യമായിട്ടായിരിക്കും സാജൻ ഒട്ടകത്തിന്റെ പുറത്ത്. In case you are found causing any sort of teasing or happy touring to all the tourists. On behalf of the lifeguards and all the teachers, അങ്ങോട്ട് കൊണ്ടുപോവോ? അപ്പൊ ഞാൻ പോട്ടെ. നേരത്തെ ഒരു റൗണ്ടേ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് ഞാൻ നേരത്തെ പുറകെ നടന്നു. പുറകെ വരുന്നുണ്ട്. ಬರುವ ಪ್ರವಾಸಿ ವರ್ತನೆ ಮಾಡಿದರೆ ಕಠಿಣ ಕ್ರಮ ಕೈಗೊಳ್ಳಲಾಗುವುದು. ವಿನಾಕಾರಣ ಇತರರ ಫೋಟೋವನ್ನು ತೆಗೆದರೆ ದಂಡ ಅಥವಾ ಕಠಿಣ ಕ್ರಮ ಕೈಗೊಳ್ಳಲಾಗುವುದು. ನೀವು ತಂದಿರುವ ಬೆಳೆ ಬಾಳುವ ವಸ್ತುಗಳಿಗೆ ನೀವೇ ಜವಾಬ್ದಾರರು. ಜೀವರಕ್ಷಕ ದಳದವರು ಜವಾಬ್ದಾರರಲ್ಲ. ಎಲ್ಲರಿಗೂ ಶುಭವಾಗಲಿ. ಲೈಫ್ ಗಾರ್ಡ್ ಮಲ್ಪೆ ಬೀಚ್. സ്ട്രീറ്റ് ഫുഡ്സ് എന്തൊക്കെയുണ്ട്? ചാറ്റ് വേണ്ട, സജൻ കഴിക്കത്തില്ല. ഇതെന്ത് സാധന? ഫ്രൂട്ട് സ്റ്റോൾ, ഗോലി സോഡ, ഷുഗർ കെയിൻ ജ്യൂസ്, പിന്നെ ബട്ടർ സോൾട്ട്. എവിടെ റോള് വേണോ? വേണ്ട. പിന്നെന്താ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നത്? ഐസ്ക്രീം ഉണ്ട്, ഡ്രസ്സുകളുണ്ട്. അതെന്തായാലും ഗോവയിൽ കുറേ സ്പെൻഡ് ചെയ്തുകൊണ്ട്. പിന്നെ അവിടെ റോളുണ്ട്, ടാറ്റു ഉണ്ട്, ഫിഷ് സ്പാ ഉണ്ട്. ഫിഷ് സ്പാ വേണം ഞങ്ങൾക്ക്, പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത് അല്ലേ? ദേ ഇവിടെ ഫ്രഷ് മീനുണ്ട്, വാ നോക്കാം. ഫ്രഷ് മീനിന്റെ കറികൾ. അയ്യോ വലിയ മീനിട്ടോ ഇയാള്. അയ്യോ കൊച്ചിനെ ഇങ്ങനെ ആക്കി വെച്ചേക്കണം നോക്ക്. ഹെൽപ്പ് ചെയ്യും.
അയ്യോ ആ ചെക്കനെ അവരങ്ങനെ മൃഗങ്ങളെ പോലെ വളർത്തുന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല. നമുക്കാണ് കുറെ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്ത് തരും ഇവിടെ. ഏത് മീനാ? ഈ മീൻ മേടിച്ചാലോ, വലിയ മീന്. ഇത് ഫ്രഷാണോ? ഈ ചേർക്കണ്ട്. ഒരു ഡൗട്ട്, ഫ്രഷ് ആണോന്ന്. നമുക്ക് വേറെ സ്ഥലത്ത് പോവാം. ഇത് പൊട്ടറ്റോ ഇങ്ങനെ റോൾ ചെയ്തിട്ട് തരുന്നത്. ആ, ഇവിടെ ഇങ്ങനെ നെറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പൈസ വയ്ക്കാമല്ലോ വെറുതെ. എത്രയാന്ന് ഇതിഷ്ടം അമ്മേ. ഇതാ 600 ഇത്. ഇത് 150. നമ്മൾ ഇന്നലെ പോയത് 140 പിന്നെ ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഇത് 600 വേണോ? ഇപ്പൊ കഴിക്കണോ? ഇത് ഫ്രഷാ? ഇത് ഫ്രഷ്. സാജൻ ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാ നിക്കുന്നത്. 600 രൂപ വേണോ? 100 രൂപയുടെ മീൻ ബുക്ക് ചെയ്തു. അതെന്ത് മീനാന്ന് ചോദിച്ചില്ല കോപ്പ്. ഇവിടെ കുറെ ഉണ്ടോ മീനുകള്. പക്ഷെ നമ്മൾ ഇന്നലെ 140 രൂപ. പക്ഷെ നമ്മള് 140 രൂപയ്ക്കാണ് മറ്റേ ഒരു മീൻ കഴിച്ചത്. അല്ല, ഇപ്പൊ അത് ഇവിടെ 150 രൂപ അതിന്. സെയിം ഫിഷ് അല്ല. കൊടുത്തു കഴിഞ്ഞില്ലേ? 60 രൂപ. മീൻ കഴിച്ച് മടുക്കും ഇന്ന്. സീ ഫുഡിന്റെ കടകളുണ്ട് ഇവിടെ ഈ റോഡില്. മാങ്ങ വേണോ? ചൂട വേണ്ട. ഒരു സാധനം കഴിക്കാൻ പാടില്ല. വെറും മീൻ തീറ്റിച്ച് കൊല്ലും ഞാൻ. നമ്മുടെ മീനിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മീനിന്റെ പേരെന്താന്ന് ചോദിച്ചില്ലല്ലേ? മരിച്ചുപോയി. അടിച്ചയക്കാൻ പറ്റില്ല. കോമഡി. തലി എവിടെ പോയി? എന്റെ എത്ര വലിയ മീനത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എങ്ങനെ കഴിക്കും? കഴിക്കാല്ലേ? ഇയാള് വാല് തൊട്ട് തുടങ്ങും, ഞാൻ തല തൊട്ട് തുടങ്ങും. കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? നാരങ്ങ പരട്ട് കരിഞ്ഞു വേണ്ട? ഇല്ലല്ലോ, കരിഞ്ഞു പോയാ? തല ഇങ്ങനെയുണ്ട്. വാല് ഞങ്ങള് പാർസൽ എടുക്കാൻ പോവാം. വീട്ടിലേക്കുള്ള വഴി. ഒരു കാട്ടുമുക്കല്ല, ഒരു കാട്ടുപ്രദേശം. ഇതാണ് ആ സ്ഥലം. ബീച്ച് വേ റിസോർട്ട് അല്ല, ബീച്ച് വേ ബാക്ക് വാട്ടേഴ്സ്. എങ്ങനെയുണ്ട്? താമസിക്കുന്നത് രാവിലെ പകലെടുക്കുമ്പോൾ നന്നായിട്ട് വരും. പകലെടുക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവന്ന് നല്ല പുറത്തത്തെ നല്ല കാറ്റും കൊണ്ട് ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. ഞങ്ങളൊരു തല മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
ബാക്കി വാലത് വലിയ പീസാണ്, ഇത് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അപ്പം ഈ മീനും ബാക്കി വന്ന മീനും ഇപ്പോൾ വൈകുന്നേരം മേടിച്ച മീൻ, അതിൻ്റെ വാല് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. അത് ഉച്ചയ്ക്ക് ഞാൻ കുടിച്ച കള്ളിൻ്റെ ബാക്കി അത് പറയണം. സജനെടുത്ത് ബോട്ടിലിനകത്താക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും മീനും കഴിച്ചിട്ട് ഞങ്ങളുടെ ഡിന്നർ തീർക്കാൻ പോവാം. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം.